ഗിർ എന്ന സിനിമേൻ്റെ റിവ്യൂ ആയിട്ടാണ് വന്നിരിക്കുന്നത്. സിനിമയെ കുറിച്ച് നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് സിനിമയ്ക്ക് ഒരു 1.5 മണിക്കൂറിൽ നല്ല ക്ലീൻ മൂവി എന്ന രീതിയിൽ സിനിമയ്ക്ക് അവസാനിപ്പിക്കാമായിരുന്നു. അത്യാവശ്യം നല്ലൊരു റൺ ടൈം തന്നെയായിരിക്കും 1.5 മണിക്കൂർ എന്ന് പറയുന്നത്. കാരണം അതിനുള്ളൊരു കണ്ടന്റാണ് സിനിമയിൽ ബേസിക്കലി ഉള്ളത്. അത് വരെ 2 മണിക്കൂറാക്കി വലിപ്പിച്ച് നീട്ടിയെന്നാണ് എനിക്ക് പേഴ്സണലി പറയാനുള്ളത്. പിന്നെ അത് മാത്രമല്ല, സിനിമയിൽ അനാവശ്യമായ കുറച്ച് വളിഞ്ഞ കോമഡീസൊക്കെ ആഡപ്പ് ചെയ്തിട്ടുണ്ട്, കുറച്ചും കൂടി ബോറിങ് ആക്കാനായിട്ട്. പിന്നെ അവസാനത്തെ 30 മിനിറ്റ്സ് ഒക്കെ വെറുതെ ആണെന്നാണ് എനിക്ക് പേഴ്സണലി തോന്നിയിരിക്കുന്നത്. കുറച്ച് ക്ലീൻ ആക്കി മൂവി എടുക്കാമായിരുന്നു. ഓക്കെ, ഹ്യൂമർ സെൻസ് ഉണ്ട് സിനിമയിൽ, എന്നാൽ അത് പലയിടത്തും എനിക്ക് പാളിപ്പോയ രീതിയിലാണ് എനിക്ക് തോന്നിയത്. 2-3 കൊള്ളാം എന്ന രീതിയിലുള്ള ഒരു ഹ്യൂമർ സെൻസ് ഉണ്ട് ഈ സിനിമയിൽ. പിന്നെ ഏറ്റവും പോസിറ്റീവായ കാര്യം എന്ന് പറയുന്നത്, ഈ സിനിമയിൽ ഇവർ ശരിക്കുമുള്ള സിംഹത്തിനെയാണ് വെച്ചിരിക്കുന്നത്. അതൊരു ബിഹൈൻഡ് ദ സീൻസ് നോക്കിയപ്പോൾ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. ബാക്കിയുള്ള 2 ആനിമൽസൊക്കെ ഈ സിനിമയിൽ ഒരു ബിയറും പിന്നെ ഒരു കുരങ്ങനൊക്കെ കണ്ടാൽ പറയുന്ന സാധനം എന്താ പറയുക, സെറ്റ് സാധനമാണ്. എന്നാൽ പോലും അവർ മാനേജ് ചെയ്തെടുത്തു ഇങ്ങനത്തെ ഒരു കണ്ടന്റ്. പക്ഷേ അത് എക്സിക്യൂട്ട് ചെയ്തപ്പോൾ ഓൾമോസ്റ്റ് വർക്കൗട്ടായെന്ന് എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ. കാരണം എല്ലാ രീതിയിലും ഇവർ ഹ്യൂമർ സെൻസ് എല്ലാ ക്യാരക്ടേഴ്സിലും ഇവരെ ഉൾപ്പെടുത്താൻ ശ്രമിച്ചു. പക്ഷെ അത് പല സ്ഥലത്തും പാളിപ്പോയി എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഈവൻ സിനിമയിൽ എനിക്ക് എടുത്തു പറയേണ്ടത് സുരാജ് ചേട്ടൻ്റെ പെർഫോമൻസ്, അതുപോലെ തന്നെ കുഞ്ചാക്കോ ചേട്ടൻ്റെ പെർഫോമൻസ്, അതുപോലെ തന്നെ പിഷാരിയുടെയൊക്കെ സിനിമയിൽ വരുന്നുണ്ട്. ചെറിയ റോളാണെങ്കിൽ പോലും അദ്ദേഹം അങ്ങനത്തെ ആക്ടേഴ്സൊക്കെ ചെറിയ രീതിയിലൊക്കെ നല്ല രീതിയിൽ അവർ എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു ഹ്യൂമർ സെൻസുള്ള ഒരു സിനിമയാണ്. ഇവർ ഈ സിനിമയിലെ ഹ്യൂമർ സെൻസും പിന്നെ കുറച്ച് ത്രില്ലറും പിന്നെ കുറച്ച് സർവൈവലൊക്കെ കൂടിയിട്ട് ബ്ലെൻഡ് ചെയ്തുകൊണ്ട് ഇവർ ഉദ്ദേശിച്ച ടോപ്പിക്ക് കോമഡി ആണെങ്കിൽ അതിൽ മാത്രം ഫോക്കസ് ചെയ്യണമായിരുന്നു. ഇവർ രണ്ടും കൂടി ബ്ലെൻഡ് ചെയ്തിട്ട് ലാസ്റ്റ് കല ഉടച്ചു എന്ന് വേണമെങ്കിൽ പറയാൻ സാധിക്കുന്ന രീതിയിലാണ് എനിക്ക് സിനിമ തോന്നിയിരിക്കുന്നത്. ഒരു മിഡ് പോർഷൻ വരെ സിനിമ നൈസാണ്, ബാക്കി 30 മിനിറ്റ്സ് വേസ്റ്റ് ആണ്. ഓവറോൾ ഒരു ആവറേജ് മൂവി.